ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മലയാളമായിരുന്നു വിഷയം അല്ലേ? അപ്പം ഞാൻ ഈ എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് മലയാളമായിരുന്നു വിഷയം, എല്ലാവർക്കും അറിയാമല്ലേ. നിങ്ങൾ മലയാളത്തിൻ്റെ ടെസ്റ്റും പിന്നെന്താണ് മലയാളത്തിൻ്റെ ടെസ്റ്റും നോട്ട്ബുക്കും എടുക്കുക. നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന കണക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുക. അപ്പം ഇന്ന് നമുക്ക് പുതിയൊരു പാഠം തുടങ്ങിയ ഒരു സൈസ് 4 ഇത് കണക്കത്തൊരു ഇത് കാണിച്ചു തന്നു അല്ലേ. ഈ പാഠം ഇത് കണക്കത്തൊരു പടം കാണിച്ചു തന്നു അല്ലേ. ഞാൻ 3ാം ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പം മലയാളം ഞാൻ ടെസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. മലയാളം ടെസ്റ്റ് മാത്രം എനിക്ക് മതി. പിന്നെ ഞാൻ നിങ്ങൾക്ക് ബോർഡിലാണ് എഴുതി കാണിച്ചു തരിക. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ എഴുതുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമുക്ക് നേരത്തെ മാനത്തിൻ്റെ മടിത്തട്ടിൽ തുറന്നുവിട്ട തത്ത നിങ്ങൾ പഠിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ കുട്ടികളും പക്ഷികളുമാണ്. ആ പാട്ടൊന്ന് നമുക്ക് പാടി നോക്കിയിട്ട് അതിൻ്റെ ഇതൊക്കെ തുടങ്ങാം. കുട്ടികളും പക്ഷികളും ആ പാട്ട് നിങ്ങൾ പൂർണ്ണമായി പെൻസിൽ കൊണ്ട് അത് ഞാൻ വായിക്കുന്ന രീതിയിൽ തന്നെ തൊട്ട് നിങ്ങൾ മനസ്സിൽ പാടണം. എന്നാലല്ലേ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി പാടുള്ള വാക്കുകളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് 5-6 പ്രാവശ്യം വായിച്ചു പഠിച്ചാൽ റെഡിയാക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ കൂട്ടുകാരെ. പാട്ടാണ്, ശ്രദ്ധിച്ച്. കഥയാണെങ്കിൽ നമുക്ക് പതിയെ ഇച്ചിരി പഠിച്ചാൽ മതി. പക്ഷെ ഇത് പാട്ടാണ്, ഒരു കവിത. ഈ പാട്ട് നമുക്ക് കഥയാണെങ്കിൽ പകുതി നിർത്തി വെച്ച് പറയാം, ഫുൾ സ്റ്റോപ്പ് വരെ. പക്ഷേ പാട്ട് അങ്ങനെ അല്ല. പാട്ടിന് ചിലതിന് ഫുൾ സ്റ്റോപ്പ് കാണും. ഫുൾ സ്റ്റോപ്പ് നിർത്തുന്ന സൈസിലാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടുക. പക്ഷേ ഫുൾ സ്റ്റോപ്പ് ഇതിനില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് പഠിച്ച് വെക്കൂ. നിർത്തി പകുതി പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് നിൽക്കത്തില്ല. ഒരുമിച്ച് പഠിച്ച് വെക്കൂ. അപ്പം ഞാൻ തന്നെ പഠിച്ചത് ഈ പാടുണ്ട്. അപ്പം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. റെഡിയാണല്ലോ എല്ലാവരും? അപ്പം നമുക്ക് തുടങ്ങാം. കുട്ടികളും പക്ഷികളും. മഞ്ഞയുടുപ്പിൽ കരിയുമായി മന്ദാര ചില്ലയിലേതു പക്ഷി, മഞ്ഞക്കിളിയാണു കാണുകിൽ നമ്മൾക്കു മധുരം കിടച്ചിടുമെന്നു ന്യായം. ഓണം കഴിഞ്ഞു മധുരമുണ്ടോ വേണമെന്നാലും നമുക്കു കിട്ടാൻ വേണമോ വേറെ മധുരം. നീ പക്ഷിയെ കാണുകിലുള്ള മതർക്കുമല്ലോ. അയ്യാരസമിതാ മെയ്യാകെ വെള്ളയാ, കയ്യാലമേൽ 2 അരിപ്രാക്കൾ കാണുക മുറ്റത്തു വന്നു കൊക്കും കാലുകൾ മൈലാഞ്ചി തേച്ച പോലെ. നീങ്ങൊന്നു കൊച്ചുകാൽ വെച്ചു കഴുത്തിൽ നീട്ടിയും കുറുകിയും എന്തു ചന്തം. പുത്തരിയുണ്ണുവാൻ പൊതിയോടെത്തിയ ദാമി അയിപ്രാക്കൾ, നെല്ലരിയല്ലോ നമുക്ക് റേഷനായി ഉള്ളരി ഇത്തിരി കൊണ്ടു നൽകാം. കൊത്തി ഇവറ്റ അരിയെടുപ്പു കോഴിക്കിടാക്കുകൾ പോലെ തന്നെ ഏട്ടാ നമുക്കു പിടിച്ചു വളർത്തിയിടാം. കൂട്ടായി നമ്മൾക്കു കിണകുകില്ലേ, സാഹസം ചെയ്യല്ലേ, പക്ഷികൾക്കു സ്വാതന്ത്ര്യമല്ലയോ ജീവവായു. എല്ലാവരും ഇത് കേട്ടല്ലോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് എഴുതിയതാരാന്ന് നിങ്ങൾക്ക് പുസ്തകത്തിൽ പാട്ടിൻ്റെ അടിവശം എഴുതിയിട്ടുണ്ട്. ആരാണ് എഴുതിയെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയുന്നുണ്ട്, വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ചിലർക്ക് ശ്രീ സി റഹീം എന്നൊക്കെ പറയും. ആ ശ്രീ ചേർക്കുന്നത് അയാളുടെ പേരിൻ്റെ കൂടെ ഉള്ളതല്ല. നമ്മൾ ഇപ്പം ഈ കഥ എഴുതുന്നവരെ പുകഴ്ത്തി പറയുന്നതിനാണ് ശ്രീ എന്ന് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയതാണ് ഇത്. അപ്പോൾ നമുക്ക് ആ കഥയുടെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നോക്കാം. ഓക്കെ, ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, കണ്ടോളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കണക്കന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഇച്ചിരി പാടുപെടുമായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന കണക്കന്നെ നിങ്ങൾ ഇച്ചിരി നോക്കി ചെയ്താൽ മതി. ഓക്കെ, നോക്കോളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്താലോ? അപ്പോൾ എല്ലാവരും വരിക. ഞാൻ ചെയ്ത കണക്ക് തന്നെ നിങ്ങളും ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ ഡേറ്റൊക്കെ ഞാൻ തിരുത്തിയിട്ടെ.
ഇന്നത്തെ ക്ലാസ് ഇച്ചിരി ഉള്ളൂ. ഞാൻ വൃത്തിയാക്കി